വീട്ടിലെ മൃഗങ്ങൾക്കെല്ലാം സുഖം തന്നെയാണോ? കോഴി ഒരു കല്യാണത്തിന് പോയി, എരുമയാണ് ഒരു കയറി താമസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പിന്നെ ആകെയുള്ള ഒരു പട്ടി എന്റെ മുമ്പിൽ വന്ന് കുത്തിയിരിക്കുക. വർത്താനോ ഡോക്ടറെ പറയുന്നത്? അവിടെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസ് ഉണ്ടോ നമ്മൾ ഇവിടെ നിൽക്കും പോലെ? എന്റെ അളിയനല്ലേ ഇവിടെ? അളിയൻ വേഗത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കും. പ്ലെയിൻ വരുമ്പോ തല വെക്കിട്ട് പോട്ടെ, വീണ്ടും പ്ലെയിൻ വരുമ്പോ തല വെക്കിട്ട് പോട്ടെ എന്ന് പറയും. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് ആദ്യമേ പറയണ്ടേ? എന്റെ മിനി മോള് ഗർഭിണിയാ. ഓ ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ്. ലഡു തന്നില്ല. നിങ്ങളല്ലേ ലഡു മേടിക്കണ്ടേ? ഞാനെന്താ തരുന്നത്? നിങ്ങളില്ലാത്ത കാരണക്കാരൻ. മിനി ആടിനെ നിങ്ങളല്ലേ ഇഞ്ചക്ഷൻ ചെയ്തേ? ഞാൻ പേടിച്ചു പോയി. അവൾ എന്റെ കയ്യിൽ 5 ലക്ഷം രൂപ, 2 പവന്റെ മാല, വാച്ച് എന്നിട്ട് പോള പോക്കി എന്റെ ഫോണിന്റെ മെമ്മറി കാർഡ് വരെ ഉരുക്കൊണ്ടാണ് അവള് പോയത്. എന്നിട്ട് വേറെ ഇതിനെ കെട്ടി. അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? എന്ത്? അവള് നിന്നെ കാമുകനായിട്ടല്ല കണ്ടത്. അവള് നിന്നെ അച്ഛനെ സ്ഥാനത്തോണ്ടാണ് നിന്റെ സ്ത്രീധനം മേടിച്ച് വേറെ കെട്ടിക്കൊണ്ട് പോയത്. എന്റെ ബാബു എന്ന് പറഞ്ഞ ശുനകന് ഉദര സംബന്ധമായ രോഗത്തെ തുടർന്ന് പിൻഭാഗത്ത് കൂടി ഒരു നിർഗളനം. അയ്യേ, അതിന് ബഹുമാനം വേണ്ട. ബഹുമാനം വേണ്ട. വേണ്ട വേണ്ട, സാധാരണ രീതിയിൽ പറഞ്ഞാൽ അത് മതി. പട്ടിക്ക് കൂട്ടല മരുന്ന്. അയ്യേ വന്നതൊക്കെ കണ്ടായിരുന്നു. ലോണൊക്കെ വന്നായിരിക്കുമല്ലോ. ലോണൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷേ എനിക്കൊരു ഉമ്മ തരണം. ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനേ ലോൺ റെഡിയാക്കി തരാം. നല്ലൊരു ഫോൺ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാറിന്റെ മാമന് മൊബൈൽ കടയില്ലേ? ലാഭത്തിന് ഫോൺ കിട്ടും അവിടെ. മാമന്റെ ഫോൺ ഇവിടെ കത്തിപ്പോയില്ലേ? കത്തിപ്പോയാ ആ കത്തിയപ്പോൾ ഫയർഫോഴ്സിന് അണയ്ക്കാൻ തന്നെ. ഫയർഫോഴ്സ് ഒക്കെ വന്ന് ഫയർഫോഴ്സ് ഒന്ന് വെള്ളം വിത്താൻ നേരത്തെ മാമൻ പറഞ്ഞു, അയ്യോ വെള്ളം വിത്തി അണക്കല്ലേ, മൊബൈലിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ചീത്തായി പോകും. 4 തൂണ്, മേളിലൊരു നീല ടാർപ്പ, മറ പോലും ഇല്ലാത്ത ഒരു ചെറിയ ഷെഡിലാ ഞാനും എന്റെ ഭാര്യ 7 മക്കളും കഴിയുന്നത്. എത്ര മക്കളാ? 7. മറ പോലും ഇല്ലാതെ 7 മക്കള്. അപ്പൊ വീടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് പോയാലും. പെൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാകത്തില്ല. മഞ്ജു മേഡത്തിന്റെ ഒക്കെ പഴയകാല ഫോട്ടോ എടുത്ത് നോക്കിയാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് ഇപ്പോൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ ചെറുപ്രായത്തിൽ കൊടുക്കുന്ന വീടേ ഇല്ലാത്തവർക്ക് നമ്മൾ ഈ വീടിന്റെ ലോൺ കൊടുക്കുന്നത്. വീടേ ഇല്ലാത്ത? അതെ അതെ. എന്നാ എനിക്കൊരു വിദ്യാഭ്യാസം ഉണ്ടാ? അതെന്നാ? എനിക്ക് വിദ്യാഭ്യാസമേ ഇല്ല.